ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ഒരു തോഷിബയുടെ ഓളിമണ്ണ് പി സി ആണ്. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് കസ്റ്റമർ പറയുന്നത് ഡെഡ് ആണ്. നമുക്ക് എന്താ അത് ചെക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, നമുക്ക് എന്താ ചെയ്യാ, ഡി സിക്ക് നമുക്ക് കൂടെ കൊടുക്കാം. നമുക്ക് ഇനി ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ഓൺ ചെയ്തേക്കണേ. അപ്പൊ 28 30 ഉള്ളിലായിട്ടുള്ള ഒരു മില്ലി ആംബിയർ ആണ് സിസ്റ്റം എടുക്കുന്നത്. 40 36 ഈ റേഞ്ചിലാണ് എടുക്കുന്നത്. സിസ്റ്റം നമുക്ക് ഇവിടെ ഓൺ ചെയ്യാം. ഇതാണ് പവർ ബട്ടൺ എടുക്കുന്നത്. പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് റെസ്പോൺസ് 15 ആയിട്ട് മില്ലി ആംബിയർ ആയിട്ട് ഡൗൺ ആണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ വർക്കിംഗ് ഇല്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡീപ്പായിട്ട് ബോർഡ് ലെവലിൽ ആയിരിക്കാൻ ആ സാധ്യത. ഏതായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 3.3 ഓക്കെയാണ്, 5 വോൾട്ടേജ് ഓക്കെയാണ്. സിസ്റ്റം ഞാൻ ട്രിപ്പ് ആക്കുന്നുണ്ട്, പവർ ബട്ടൺ അങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷെ യാതൊരു റെസ്പോൺസും ഇല്ല. ഇത് റാമിൻ്റെ കോയിലാണ് കാണിക്കുന്നത്. റാമിൻ്റെ സപ്ലൈ സ്റ്റാർട്ട് ആവുന്നില്ല. അതേമാതിരി തന്നെ സി പി യുൻ്റെ ആണ്. ഇതുമായി തന്നെ സി പി യു റിലേറ്റഡ് ആണ്. ഇതൊക്കെ 0 മില്ലി വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഏതായാലും ഇത് കണ്ട കണ്ടീഷനിൽ ബോർഡ് ലെവലിലാണ്. റാമിൻ്റെ സപ്ലൈ തന്നെ കാണുന്നില്ല, സ്റ്റാർട്ടിങ്ങിൽ ഇല്ല, എടുക്കുന്നില്ല. നമുക്ക് എന്താ ചെയ്യുക, ഇത് വൈഡായിട്ട് ബോർഡ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡെസ്ക്ടോപ്പ് നമുക്ക് ഓളിമണ്ണ് പി സി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്താ ഉണ്ടായിരുന്നെങ്കിൽ PCH പവർ മാനേജ്മെന്റിൽ RT സെക്ഷൻ ഫെയിൽ ഉണ്ടായിരുന്നു. നമ്മൾ എന്താ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാ, ഇത് സിസ്റ്റം ഓൺ ചെയ്ത് നോക്കാം. സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് 2 ആംബിയറിന് റേഞ്ച് എടുക്കുന്നുണ്ട്. സിസ്റ്റം വർക്കിംഗ് ഉണ്ടോ എന്നുള്ളത് ഡിസ്പ്ലേ ഓക്കെയാണ്. ഡിസ്പ്ലേ ഓക്കെയാണ്. ഡേറ്റ് ടൈം ഇതൊക്കെ തെറ്റിയിട്ടാണ് എടുക്കുന്നത്. സിസ്റ്റം വർക്കിംഗ് ആണ്. ഓക്കെ.